ഭാരതീയ ചലച്ചിത്ര ലോകത്തെ അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് സാക്ഷി അഗർവാൾ. വെറുമൊരു നടി എന്നതിലുപരി യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റും കോർപ്പറേറ്റ് കൺസൾട്ടന്റുമായ സാക്ഷി ബുദ്ധിശക്തിയും സൗന്ദര്യവും ഒരേപോലെ ഒത്തുചേർന്ന വ്യക്തിത്വമാണ്. ബഹുരാഷ്ട്ര കമ്പനികളിലെ ഉയർന്ന ജോലി ഉപേക്ഷിച്ച് സിനിമയുടെ വർണ്ണലോകത്തേക്ക് എത്തിയ അവരുടെ യാത്ര കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഥയാണ്. 1990 ജൂലൈ 20 ഉത്തരാഖണ്ഡിലെ അൽമോറയിലാണ് സാക്ഷി ജനിച്ചത്. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബത്തിലായിരുന്നു അവരുടെ വളർച്ച. രാജസ്ഥാൻ സ്വദേശിയായ പിതാവിനും പഞ്ചാബ് സ്വദേശിയായ മാതാവിനും ഒപ്പം പിന്നീട് അവർ ചെന്നൈയിലേക്ക് താമസം മാറി. ചെന്നൈയിലെ സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദം നേടിയ സാക്ഷി തുടർന്ന് ബാംഗ്ലൂരിലെ SIME ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MBA പൂർത്തിയാക്കി. വെറുമൊരു ബിരുദമായിരുന്നില്ല അത്. സർവകലാശാലയിലെ തന്നെ ഒന്നാം റാങ്കോടെ സ്വർണ്ണ മെഡൽ ജേതാവായാണ് അവർ പഠനം പൂർത്തിയാക്കിയത്. സിനിമയിൽ എത്തുന്നതിനു മുമ്പ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, TCS, ഇൻഫോസിസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളിൽ ബിസിനസ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി സാക്ഷി സേവനമനുഷ്ഠിച്ചു. 3 വർഷത്തോളം കോർപ്പറേറ്റ് മേഖലയിൽ തിളങ്ങിയ അവർക്ക് ഒരു ചാരിറ്റി ഫാഷൻ ഷോയിൽ പങ്കെടുത്തതാണ് സിനിമയിലേക്കുള്ള വഴിതുറന്നത്. ഒരു മോഡലായി തന്റെ കരിയർ ആരംഭിച്ച അവർ 100-ലധികം പരസ്യചിത്രങ്ങളിൽ അഭിനയിച്ചു. മോഡലിംഗിൽ തിളങ്ങുമ്പോഴും അഭിനയത്തിൽ പ്രൊഫഷണലിസം കൊണ്ടുവരാനായി ലോസ് ഏഞ്ചൽസിലെ പ്രശസ്തമായ ലീ സ്ട്രാസ്ബർഗ് തിയേറ്റർ ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ അഭിനയം പഠിച്ചു. 2018-ൽ പുറത്തിറങ്ങിയ കാല എന്ന ചിത്രത്തിലൂടെയാണ് സാക്ഷി തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. സൂപ്പർ താരം രജനികാന്തിന്റെ മരുമകളുടെ വേഷം ചെയ്തതിലൂടെ അവർക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. തുടർന്ന് 2019-ൽ അജിത്തിനൊപ്പം വിശ്വാസം എന്ന ചിത്രത്തിലും അഭിനയിച്ചു. എന്നാൽ സാക്ഷിയെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വീടുകളിൽ പ്രിയങ്കരിയാക്കിയത് 2019-ലെ ബിഗ് ബോസ് തമിഴ് സീസൺ 3 ആയിരുന്നു. ബിഗ് ബോസ് ഹൌസിനുള്ളിലെ അവരുടെ പക്വതയാർന്ന പെരുമാറ്റവും നിലപാടുകളും വലിയ ചർച്ചയായി. 2026-ലെ കണക്കുകൾ പ്രകാരം സാക്ഷി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേവലം നായിക എന്നതിലുപരി ആക്ഷൻ വേഷങ്ങളിലും അവർ തിളങ്ങുന്നു. ഫയർ 2025, ഗസ്റ്റ് 2026, മലയാളത്തിലും തമിഴിലുമായി പുറത്തിറങ്ങിയ തീയോർ കൂടും തുടങ്ങിയവ അവരുടെ പ്രധാന ചിത്രങ്ങളാണ്. തന്റെ സിനിമകളിൽ മിക്കവാറും ആക്ഷൻ രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ ചെയ്യാനാണ് സാക്ഷി താൽപ്പര്യപ്പെടുന്നത്. ഇതിനുപുറമെ തന്റെ MBA പശ്ചാത്തലം ഉപയോഗപ്പെടുത്തി ഒരു ഇൻവെസ്റ്ററായും അവർ പ്രവർത്തിക്കുന്നു. വർഷങ്ങളോളം കരിയറിലും ഫിറ്റ്നസ്സിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച സാക്ഷി 2025 ജനുവരി 2 തന്റെ ബാല്യകാല സുഹൃത്തായ നവനീത് മിശ്രയെ വിവാഹം കഴിച്ചു. ഗോവയിൽ നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം. ഇന്ന് സിനിമക്കൊപ്പം തന്നെ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറായും മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രചാരകയായും അവർ സജീവമാണ്. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാനും ഏതു മേഖലയിലും വിജയിക്കാനും കഴിയുമെന്ന് സാക്ഷി അഗർവാൾ തന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുന്നു.